ഹായ്, ഡ്രീം ഇറ്റ് ബിലീവ് ഡു ഇറ്റ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. പാഷൻ കണ്ടെത്തി ഡെസ്റ്റിനിലെത്താനുള്ള ഫോർമുലാസും ടിപ്സുമാണ് നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരം വീഡിയോ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം, വിജയിക്കണമെങ്കിൽ ഒരുപാട് സ്കിൽ ആവശ്യമാണ്. നമ്മൾ ഈ ചാനലിലൂടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മേജറായിട്ട് കൂടുതലായിട്ടും സോഫ്റ്റ് സ്കില്ലാണ്. ചില പ്രത്യേക സ്കില്ല്, പ്രോബ്ലം സോൾവിംഗ് സ്കില്ല് അല്ലെങ്കിൽ ലോജിക് സ്കില്ല് ആവശ്യമുള്ളവർക്ക് അതിന് മാത്രമായി ഒരു ചാനൽ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മാത്സ് താല്പര്യമുള്ളവർക്കും പ്രത്യേകിച്ച് 8ാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾക്കും ഈ ലിങ്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമുക്ക് പുതിയ ടിപ്സുമായി കടന്നു വരാം. ഒരു വലിയ പർവ്വതത്തിൽ വലിയ മരത്തിന് മുകളിൽ ഒരു കഴുക കുടുംബം ജീവിച്ചിരുന്നു. ആ കഴുകന് ചെറിയ കുഞ്ഞുങ്ങളുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോൾ പ്രകൃതി ക്ഷോഭത്താൽ ആ വൃക്ഷത്തിന് നാശം സംഭവിച്ചു. അങ്ങനെ മറ്റൊരു കൂട് കണ്ടുപിടിക്കേണ്ട അവസ്ഥ കഴുകനുണ്ടായി. അങ്ങനെ കുറെ ദൂരം പറന്നു നടന്ന് ഒരുപാട് അകലെയുള്ള ഒരു പർവ്വതത്തിൽ ഒരു വലിയ മരത്തിൽ ഒരു കൂട് കണ്ടെത്തി. അങ്ങോട്ട് ഈ ചെറിയ കുഞ്ഞുങ്ങളെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. 2, 3, 4 കുഞ്ഞുങ്ങളുണ്ട്. അങ്ങനെ ഓരോ കുഞ്ഞുങ്ങളായിട്ട് ഷിഫ്റ്റ് ചെയ്ത് ആ ദൂരെയുള്ള വൃക്ഷത്തിലെത്തിച്ചു. ഇതിനിടയിൽ ഒരു കുഞ്ഞ് എവിടെയോ മിസ്സായി. എവിടെയാണ് മിസ്സായത് എന്ന് കഴുകൻ അറിയില്ല. അങ്ങനെ കഴുകൻ കുറെ അന്വേഷിച്ചു. പക്ഷേ ഈ കുഞ്ഞിനെ കണ്ടെത്താൻ സാധിച്ചില്ല. ഈ കുഞ്ഞ് ഒരു കോഴിക്കുഞ്ഞ് വളർത്തുന്ന ഫാമിലാണ് വീണത്. അങ്ങനെ ഇവൻ അവിടുന്ന് സുഭിക്ഷമായ ഭക്ഷണം കിട്ടി. ഒരു 6 മാസത്തിനുള്ളിൽ ഇവന്റെ ഷേപ്പും കോഴിക്കുഞ്ഞിന്റെ ഷേപ്പ് തന്നെയാണ്, അത്ര വലിപ്പമുള്ളൂ. അങ്ങനെ സുഭിക്ഷമായ ഭക്ഷണം കിട്ടിക്കൊണ്ടിരിക്കുന്നു. 6 മാസത്തിന് ഇവൻ കശാപ്പ് വിധേയമാകും. അങ്ങനെ തീന്മേശയിൽ വിഭവമായി മാറും. ഇതൊന്നും ഇവന് അറിയില്ല. ഇവൻ കോഴിക്കുഞ്ഞുങ്ങളാണെന്ന് വിചാരിച്ച് കോഴിക്കുഞ്ഞുങ്ങളുടെ കൂടെ സുഖമായി ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളെ കഴുകൻ പറന്നു നടന്ന് തൻ്റെ ഈ കുഞ്ഞിനെ കണ്ടെത്തി. അങ്ങനെ ഈ കോഴി ഫാമിന് അടുത്ത് വന്ന് കുഞ്ഞിനോട് പറഞ്ഞു, നീ കോഴിയല്ല, നീ കഴുകനാണ്, നീ എൻ്റെ കൂടെ പോരണം. പക്ഷെ ഇവന് ബോധ്യപ്പെട്ടില്ല. അങ്ങനെ ഇവനെ നിവൃത്തിയില്ലാതെ അടുത്തുള്ളൊരു വെള്ള തടാകത്തിന്റെ അടുത്തോട്ട് വിളിച്ചു കൊണ്ടുപോയി. ഈ തടാകത്തിൽ നിന്റെ പ്രതിബിംബം നോക്കാൻ പറഞ്ഞു. അപ്പോൾ അവന്റെ പ്രതിബിംബവും എന്നിട്ട് എന്റെ മുഖത്തോട് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവന് മനസ്സിലായി, എന്റെ രൂപവും ഈ കഴുകന്റെ രൂപം പോലെ തന്നെയാണ് എന്ന് മനസ്സിലായി. പക്ഷെ എന്നിട്ട് ഇവൻ പോകാൻ കൂട്ടാക്കിയില്ല. നിവൃത്തിയില്ലാതെ ഇവൻ ഈ തള്ളക്കഴുകൻ പറഞ്ഞു, നീ ഒന്ന് ശബ്ദമുണ്ടാക്കി. അങ്ങനെ ശബ്ദമുണ്ടാക്കിയില്ല. ഏതായാലും അവസാനം ഇവൻ ശബ്ദമുണ്ടാക്കി. അപ്പോൾ അത് കഴുകന്റെ ശബ്ദമായിരുന്നു, കോഴിക്കുഞ്ഞിന്റെ ശബ്ദമല്ല. അപ്പോൾ ഇവന് പൂർണ്ണമായി ബോധ്യപ്പെട്ടു, ഞാനൊരു കഴുകനാണ്. ഈ കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചി ജീവിക്കേണ്ട ആളാണ്, അല്ലെങ്കിൽ പക്ഷികളുടെ കൂട്ടത്തിൽ ശക്തിമാനാണ്, ഏറ്റവും കൂടുതൽ ഉയരത്തിൽ പറക്കുന്ന പക്ഷിയാണ് എന്ന് ബോധ്യപ്പെട്ടു. അങ്ങനെ ഈ കുഞ്ഞിനെ ഈ തള്ളക്കഴുകൻ കൂട്ടിലെത്തിച്ചു, സുഖമായി ജീവിച്ചു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന പാഠം, നമ്മളെ സെൽഫ് പവർ അല്ലെങ്കിൽ സ്കിൽ ഐഡന്റിഫൈ ചെയ്ത് എങ്കിൽ മാത്രം നമുക്ക് വിജയത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. ഇത്തരം വീഡിയോ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്തമാറ്റിക്സ് സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും 8ാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾക്കും ഉപകാരപ്പെടുന്ന ഒരു മാത്സ് ലേണിംഗ് ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഓൾ. നമുക്ക് പുതിയൊരു വീഡിയോയുമായി വരാം.